കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പേന, ഒരു പുസ്തകം, ഇവ മാത്രം മതി ഒരു ലോകത്തെയും മാറ്റിമറിക്കാൻ എന്ന മലാലയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ എന്റെ വായനാ ദിനാശംസകൾ. വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ എന്റെ പ്രിയ അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വേഗം നേടുക എന്ന മുദ്രാവാക്യത്തോടെ മലയാളികളായ നമ്മെ അറിവിന്റെയും അക്ഷരത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ PN പണിക്കരുടെ ചരമദിനം. വായനയുടെ പ്രാധാന്യം നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ വായനാ ദിനവും. അക്ഷരം അറിവാണ്, അറിവ് അഗ്നിയാണ്. ആ തീ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് പുസ്തകങ്ങളാണ്. അത് നമുക്ക് വായനയിലൂടെ നേടാൻ സാധിക്കൂ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ വായനയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. വായനയ്ക്ക് ഒരിക്കലും മരണമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ ചിന്തകളെയും അറിവുകളെയും വർദ്ധിപ്പിക്കാനും വായന നമ്മെ ഏറെ സഹായിക്കുന്നു. പുസ്തകങ്ങളാണ് നമ്മുടെ ഏറ്റവും നല്ല ചങ്ങാതിമാർ. ആ പുസ്തകങ്ങളെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പുത്തൻ പുതിയ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ വായന കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ വായനയുടെ പ്രാധാന്യം നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ വായനാ ദിനവും. വായന അറിവിന്റെ കണ്ണാടിയാണെന്ന ചിന്ത ഓരോ മലയാളിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. എത്ര വായിച്ചു എന്നല്ല, വായിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നതിലാണ് പ്രാധാന്യം. ഈ ഇന്റർനെറ്റ് യുഗത്തിലും വായന കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ വായനയെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമം പോലും ഈ കേരളക്കരയിൽ ഉണ്ടാകരുതെന്ന സന്ദേശം നൽകിയ PN പണിക്കരുടെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി.